ഇന്നത്തെ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടെയാണ്. പ്രായമേറുമ്പോൾ അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും അവരെ യാതൊരു ഉപകാരവുമില്ലാത്തവരായി കരുതി മാറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, അതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്, അല്ലേ? എന്നാൽ സ്വന്തം യജമാനന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട 7 വയസ്സൻ മൃഗങ്ങൾ തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും കൂട്ടായ്മ കൊണ്ടും എങ്ങനെ വിജയം നേടി എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഫ്രിക്കൻ നാടോടിക്കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. വളരെ വിശ്വസ്തനായ ഒരു നായയുണ്ടായിരുന്നു. പ്രായമായപ്പോൾ യജമാനൻ അവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതു മനസ്സിലാക്കിയ നായ സ്വയം വീടു വിട്ടിറങ്ങി. വഴിയിൽ വെച്ച് അവന് പ്രായമായ ഒരു കാളയെയും ആട്ടുകൊറ്റനെയും ഭാരം ചുമന്ന് നടുവളഞ്ഞ ഒരു കഴുതയെയും വേട്ടയാടാൻ കഴിയാത്ത ഒരു പൂച്ചയെയും ശബ്ദമടഞ്ഞ ഒരു പൂവൻ കോഴിയെയും പ്രായമായ ഒരു വാത്തയെയും കണ്ടുമുട്ടി. ഉപേക്ഷിക്കപ്പെട്ട ആ 7 മൃഗങ്ങളും തങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം തേടി ഒരുമിച്ച് യാത്ര തിരിച്ചു. രാത്രിയായപ്പോൾ അവരൊരു വീടിനു മുന്നിലെത്തി. ജനാലയിലൂടെ നോക്കിയപ്പോൾ അവർ കണ്ടത് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ നിരത്തിവെച്ച് സദ്യ കഴിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാരെയാണ്. വിശന്നു വലഞ്ഞ ആ മൃഗങ്ങൾ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവരെന്തു ചെയ്തെന്നോ? ഏറ്റവും താഴെ കാള നിന്നു, കാളയുടെ മുകളിൽ കഴുത കയറി, അതിനു മുകളിൽ ആട്ടുകുറ്റൻ, പിന്നെ നായ, അതിനു മുകളിൽ പൂച്ച, പിന്നെ വാത്ത, ഏറ്റവും മുകളിൽ പൂവൻ കോഴിയും കയറി നിന്നു.